കുട്ടി അതിന് വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പം അവിടെ ജാതിയോ മതമോ വർഗമോ വർഗീയമോ രാഷ്ട്രീയമോ അങ്ങനെ മോളോടായാലും പറഞ്ഞോ? മോടെ ചേട്ടന്മാരല്ലേ ഇത്? ആങ്ങളമാര് ചേർന്നൊരു വീട് വെച്ച് വരുമ്പം സന്തോഷിക്കും കേട്ടോ. അതിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു. ഒരാളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ഇത് ഈ ചെറിയ സാഹചര്യത്തിലാണെങ്കിലും പഠിച്ച് നല്ല മാർക്ക് 95% മാർക്ക് മേടിച്ച് എല്ലാം പൂർത്തിയായി താമസിക്കണം കേട്ടോ. അപ്പൊ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊസിഷൻ ഒന്ന് നോക്കണേ. കറക്റ്റ് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണ്ടേ? കുറച്ചത് ഉറപ്പിക്കാൻ എന്തെങ്കിലും എല്ലാരും ചെയ്തോ നമ്മൾ വിടുമ്പോഴത്തേക്ക്. ഞാൻ വിടട്ടോ. മോടെ ചേട്ടന്മാരല്ലേ ഇത്? ആങ്ങളമാര് ചേർന്നൊരു വീട് വെച്ച് വരുമ്പം സന്തോഷിക്കും കേട്ടോ. എന്തിനു നീ പറ്റിക്കോ? അതാണ് കരയുന്നേ. അല്ല എന്താണ് മോള് സന്തോഷം കൊണ്ട് കരഞ്ഞോ അതോ ഇങ്ങനെ പറഞ്ഞതിന്റെയാണോ? അങ്ങനെ മോളോടായാലും പറഞ്ഞോ? ഈ വീട് നമ്മൾ പാല് കാശുമ്പോൾ കുറച്ചുകൂടെ 2 മാസത്തിനുള്ളിൽ ചെയ്യണമെന്നുള്ള പരീക്ഷയ്ക്ക് പോകുമ്പോൾ വീട് നമ്മൾ പണിഞ്ഞു കൊടുക്കും എന്നുള്ളത് നമ്മുടെ ഒരു. അതെ നമ്മൾ പഠിച്ച് ഇത് ഈ ചെറിയ സാഹചര്യത്തിലാണെങ്കിലും പഠിച്ച് നല്ല മാർക്ക് 95% മാർക്ക് മേടിച്ച് പിന്നെ സയൻസ് ഗ്രൂപ്പ് അല്ലേ മോളെ? ഒരു സെക്കൻഡ് കെട്ടണോ? അല്ല നല്ലോണം കെട്ടണേ. നല്ലോണം പഠിച്ച് നല്ല ജോലി ഒരു സൈഡ് മാത്രം കിട്ടിയത് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് വിട്ടാൽ മതി. 2 സൈഡും കെട്ടുണ്ടായിരുന്നു. അതോടെ ജോലി ചെയ്തോട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി. ഇവിടെ പിന്നെ സാജു ഖാൻ്റെ മെറിറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പത്തനാപുരത്ത്. എല്ലാ സ്കൂളിലെയും കുട്ടികളാണ്. ഞാനും ഉണ്ടായിരുന്നു ആ ഫെസ്റ്റിൽ. അതിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു. അപ്പം അന്ന് വന്നാണെന്ന് കുട്ടിയുടെ സംഭവം ആരോ പറഞ്ഞത്. പിന്നെ സാജുവിന് നല്ല ഫ്രണ്ട്സും വലയുണ്ട്. അപ്പം എല്ലാവരും കൂടെ സഹായിച്ച് പെട്ടെന്ന് 2 മാസമാണ് പ്ലാനുള്ളത്. 2 മാസം മാർച്ച് മാസം പരീക്ഷയ്ക്ക് പോകാനും പരീക്ഷയ്ക്ക് നമുക്ക് പുതിയ വീട്ടിൽ നിന്ന് 3-ാം തീയതി തുടങ്ങും. അപ്പോൾ പുതിയ വീട്ടിൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. എന്നിട്ട് പഠിച്ച് എന്താ മോളുടെ ആഗ്രഹം? എന്നാലും എന്നാലും ഒരെണ്ണം പറ. നല്ല ജോലി എന്തായാലും നല്ല ജോലി കിട്ടിയിട്ട് മോളെ. അപ്പോൾ മൂക്കും നല്ല പൈസയൊക്കെ ആകുമ്പം മറ്റ് നമുക്ക് ഇല്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതിനെ പറ്റും. സ്കൂളിൽ നിന്ന് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ടീച്ചർമാരൊക്കെ. അവർ പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യും. സ്കൂളിൽ നിന്നും പിന്നെ ഫാദർ എല്ലാ കാര്യത്തിലും നമ്മുടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും ജനകീയനായ ആണ്. കുട്ടികളെയൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ ഒരു നല്ല മാർക്ക് വാങ്ങി. പ്രശോഭ ഐഡിയ ശാസ്ത്രങ്ങളിലെ ഒരു ഗായകനാണ്. പ്രശോഭ ഒരു നല്ലൊരു സന്തോഷ മൂഡിലൊരു ദൈവികമായിട്ടുള്ളൊരു ദൈവിക മതി. മൈക്ക് എൻ്റെ ക്യാച്ച് ചെയ്യും. രണ്ടുപേരും ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. എല്ലാ വിഘ്നങ്ങളും മാറ്റി പെട്ടെന്ന് എല്ലാ സർവൈശ്വര്യങ്ങളും കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഓക്കെ അച്ഛൻ. വളരെ സന്തോഷത്തോടുമാണ് നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാജുഖ് ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് പണിത് നൽകുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരാളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പാർപ്പിടം എന്ന് പറയുന്നത്. 2-3 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. അപ്പോൾ ആ കുടുംബത്തിന് സന്തോഷകരമായിരിക്കും, മോൾക്ക് സന്തോഷകരമായിരിക്കും. ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ അനുഭവത്തിൽ പങ്കുചേരുവാൻ ഇടയായത് വളരെ സന്തോഷിക്കുന്നു. ഒപ്പം അതിന് നേതൃത്വം നൽകുന്ന സാജുഖ് ഖാൻ മാലൂർ കോളേജിലും സ്കൂളിലും അവിടെ ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു മോൾക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നന്ദി അറിയിക്കുന്നു. എത്രയും വേഗം ഭവനം പൂർത്തിയാക്കുവാൻ ഇടയാവട്ടെ. വേണ്ടതായ ഒരു സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. മോൾ നല്ല പഠിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളിലും നല്ല സഹായം ഉണ്ടാവും. നന്നായി പഠിച്ചാൽ. നേരത്തെ എനിക്ക് അനുഭവമുള്ള എനിക്കൊക്കെ കോളേജിനൊക്കെ ഫീസ് അടച്ചു തരുന്നുണ്ട്. നിരവധി ആളുകളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുക, പിന്നെ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, വീട് മാനേജ്മെൻറ്റ് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ PGക്ക് വീട് വെച്ച് കൊടുക്കുമായിരുന്നു. ഇതിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പം നമ്മളെല്ലാം കാണാറുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞപ്പം സാജു ആണെങ്കിലും ഉനൈസ്, വിഷ്ണു വിജയനടക്കമുള്ള എല്ലാവരും ഉണ്ട്. ഈ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ശരിക്കും പൊതുപ്രവർത്തകരുടെ ഒരു ഗുണമാണ്. അത് എനിക്ക് സാജു ഖാനോടൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. അവർ പൊതുരംഗത്തുണ്ട്, അവർക്ക് രാഷ്ട്രീയ പാർട്ടിയുണ്ട്. പക്ഷേ അവരൊരു കുട്ടി അതിന് വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പം അവിടെ ജാതിയോ മതമോ വർഗമോ വർഗീയമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അതിനുവേണ്ടി വിമർശനങ്ങളും ഒന്നും നോക്കാതെ അവർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ഒരു വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഒത്തിരി നല്ല കാര്യമാണ്. അതിന് സാജുവിന് ഭയങ്കരമായിട്ടൊരു അഭിനന്ദനം ഞാൻ നേരുകയാണ്. അല്ല അവരും തുടർന്നുള്ള കരിയറിനും അത് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പത്തനാപുരത്ത് വാഴത്തൂപ്പിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ഗംഗ എന്ന പേരുള്ള ഒരു കുട്ടി, ആ കുട്ടി ഒരു +2 വിദ്യാർത്ഥിനിയാണ്. കാരണം അതിനൊരു വീട് വെച്ച് നൽകുകയാണ്. അപ്പോൾ ഒരു മെറിറ്റ് ഫെസ്റ്റിനാണ് ഞാനും കൂടെ പങ്കെടുത്ത സാജു ഖാൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം സംഘടിപ്പിച്ച ഒരു മെറിറ്റ് ഫെസ്റ്റിൽ അവിടെ വെച്ച് ആ കുട്ടിയുടെ ഒരു വീടില്ലാത്തൊരവസ്ഥ സാജു ഖാനോട് ആരോ പറയുകയും പിന്നീട് സാജു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ വരികയും ആ കുട്ടിയുടെ ദയനീയമായൊരവസ്ഥ ടാർപ്പാളിലൊക്കെ വലിച്ചു കെട്ടി അവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളാണ്. 10ൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഈ കുട്ടി +2ന് പഠിക്കുന്നതാണ്. നല്ല മാർഗ്ഗം വാങ്ങി ജയിച്ച സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു താമസം കണ്ട് വളരെ വേദന തോന്നും. നമുക്കറിയാം, കെട്ടുറപ്പില്ലാത്തൊരു വീട് ടാർപ്പാളിനൊക്കെ വലിച്ചു കെട്ടി അങ്ങനെ താമസിക്കുന്ന കണ്ട് വളരെ വിഷമം തോന്നി. സാജു അപ്പം തന്നെ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ആ കുട്ടിയോട് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പല ആളുകളും അങ്ങനൊന്നും വെക്കത്തില്ല, അത് വെറുതെ നിന്നെ കബളിപ്പിക്കാൻ പറഞ്ഞാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ സാജു മൂവ് ചെയ്തു. ഇന്നതിൻ്റെ കട്ടളവപ്പായിരുന്നു. സെൻറ്റ് സ്റ്റീവൻസിൻ്റെ കോർപ്പറേറ്റ് മാനേജർ അടക്കമുള്ള ആളുകൾ, സാജുവിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഇന്ന് കട്ടളവപ്പ് നടത്തി. ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ശരിക്കും നമ്മുടെ പൊതുസമൂഹത്തിന് മാതൃകയാണ്. ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടത്. അവർ സാജുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ അതിന് ജാതിയോ മതമോ വർഗമോ വർഗീയമോ രാഷ്ട്രീയമോ, കാരണം അവർ രാഷ്ട്രീയക്കാരാണ്, അതൊന്നും നോക്കാതെ ആർക്കാണോ ആവശ്യമുള്ളത്, ആരാണോ ഏറ്റവും കൂടുതൽ ഇത് ആവശ്യപ്പെടുന്നത് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും വളർന്നു വരണം. അപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് പെട്ടെന്നൊരു വീടാകട്ടെ. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കണം, ആ കുട്ടിക്ക് പെട്ടെന്നൊരു വീടാകട്ടെ. പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു ഗൃഹപ്രവേശം, പിന്നെ സയൻസ് ഗ്രൂപ്പ് അല്ലേ മോളെ? ഒരു സെക്കൻഡ്. കെട്ടണോ? അല്ല, നല്ലോണം കെട്ടണേ. നല്ലോണം പഠിച്ചേ, നല്ല ഒരു സൈഡ് മാത്രം കിട്ടിയാൽ മതി, ഒരു സൈഡിലോട്ട് കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി. 2 സൈഡും കെട്ടുണ്ടാകും. അതോടെ ജോലി ചെയ്തോട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി. ഓക്കെ അറിയണ്ട. ഇവിടെ പിന്നെ സാജു ഖാൻ ഖാൻ്റെ മെറിറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പത്തനാപുരത്ത്. എല്ലാ സ്കൂളിലെയും കുട്ടികളാണ്, ഞാനും ഉണ്ടായിരുന്നു ആ ഫെസ്റ്റിൽ. അതിൽ അപ്പം അന്ന് വന്നാണ് ഈ കുട്ടിയുടെ സംഭവം ആരോ പറഞ്ഞത്. പിന്നെ
സാജുവിന് നല്ല ഫ്രണ്ട്സും വലയുണ്ട്. അപ്പം എല്ലാവരും കൂടെ സഹായിച്ച് പെട്ടെന്ന് 2 മാസമാണ് പ്ലാനുള്ളത്. 2 മാസം മാർച്ച് മാസം പരീക്ഷയ്ക്ക് പോകാൻ നമുക്ക് ചെയ്തേക്കാം. ആ പരീക്ഷയ്ക്ക് നമുക്ക് പുതിയ വീട്ടിൽ നിന്ന് ആ ഇല്ലേ 3-ാം തീയതി തുടങ്ങും. അപ്പോൾ പുതിയ വീട്ടിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. എന്നിട്ട് പഠിച്ച് എന്താ മോളുടെ ആഗ്രഹം? എന്നാലും എന്നാലും ഒരെണ്ണം പറ. നല്ല ജോലി ഇത്രയും എന്തായാലും നല്ല ജോലി കിട്ടട്ടെ മോളെ. അപ്പോൾ മൂക്കും നല്ല പൈസയൊക്കെ ആകുമ്പം മറ്റ് നമുക്ക് ഇല്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതിനെ പറ്റും. സ്കൂളിൽ നിന്ന് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ടീച്ചർമാരൊക്കെ. അവർ പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യും. സ്കൂളിൽ നിന്നും പിന്നെ ഫാദർ എല്ലാ കാര്യത്തിലും നമ്മളുണ്ട്, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ജനകീയനായ അല്ല കുട്ടികളെയൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു ഇത് ചെയ്യും. നല്ല മാർക്ക് വാങ്ങും. പ്രശോഭ ഐഡിയ ശാസ്ത്രങ്ങളിലെ ഒരു ഗായകനാണ്. പ്രശോഭ ഒരു നല്ലൊരു സന്തോഷ മൂഡിലൊരു ദൈവികമായിട്ടുള്ളൊരു ദൈവിക മതി. ഒരു മൈക്ക് മൈക്ക് എൻ്റെ ക്യാച്ച് ചെയ്യും. ആ ഓക്കെ 2 മിനിറ്റ് ഉണ്ടല്ലോ. ഓക്കെ ശരി ഓക്കെ. പ്രാർത്ഥിച്ച് തന്നെ ചെയ്യല്ലേ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. എല്ലാ വിഘ്നങ്ങളും മാറ്റി പെട്ടെന്ന് എല്ലാ സർവൈശ്വര്യങ്ങളും കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വീടിന്റെ പണി പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ